ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഈ ഒരു സമയം ആരംഭിക്കാം. കർത്താവെ, ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ സമയത്തെ ഭരമേൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ശുശ്രൂഷിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുവാനായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ ശക്തി ഇവിടെ ഒഴുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. റോയ് എന്നുള്ളൊരു പേർ ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്നു. കർത്താവ് വളരെ ശക്തമായി താങ്കളോട് ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവെ, ആ വ്യക്തിയുടെ ആവശ്യങ്ങൾ എന്തെല്ലാം ആകുന്നുവോ കർത്താവെ, അദ്ദേഹത്തിനെ കർത്താവ് കണ്ട്, കർത്താവ് ഇടപെട്ട്, കർത്താവ് ബലപ്പെടുത്തണം. കർത്താവ് ഇന്നിവിടെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവെ, ഇന്ന് ആരെല്ലാം എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ കർത്താവെ, എഫെസ്യർ 3:20 ആ പ്രിയപ്പെട്ട ഓരോരുത്തരുടെ മേലും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി പ്രവർത്തിപ്പാൻ കഴിവുള്ള ആ ദൈവത്തിൻ്റെ ശക്തി ഇന്നിവിടെ വ്യാപരിക്കുമാറാകട്ടെ. കർത്താവ് അത് ചെയ്യുന്നതിനായിട്ട് നന്ദി. ഇന്ന് അനേകർ മടങ്ങിപ്പോകുമ്പോൾ കർത്താവെ, പ്രാർത്ഥനയുടെ ഉത്തരം ലഭിച്ച് കർത്താവെ, ചില ആത്മീയമായിട്ടുള്ള ഉണർവുകൾ പ്രാപിച്ചുകൊണ്ട് കർത്താവെ, ചില പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങൾ തകർന്നതിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് കടന്നു പോകുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സകലതും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെയും. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഒരു സമയത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ സ്റ്റുവർഡ്ഷിപ്പിൻ്റെ സീരീസിനെ കുറിച്ച് ഞാൻ പങ്കുവെക്കുകയായിരുന്നു. ഈ വർഷത്തിലെ എല്ലാ ദൂതുകളും സ്റ്റുവർഡ്ഷിപ്പിനെ കുറിച്ചുള്ളതായിരുന്നു. ഇന്ന് ഞാൻ സമയത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ദർശനത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ട് സ്റ്റുവേർഡ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചെല്ലാം ഞാൻ പറയുകയുണ്ടായി. ഇന്ന് വളരെ പ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ നാം സ്റ്റുവേർഡ് ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു നിധിയെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് സ്റ്റുവേർഡിങ് ദ ഗോസ്പൽ. ഈ സുവിശേഷത്തെ നാം എങ്ങനെ വിശ്വസ്തയോടുകൂടെ നാം കൈകാര്യം ചെയ്യണം, എങ്ങനെ നാം പരിപാലിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരു 2 ആഴ്ച തീർച്ചയായിട്ടും വേണ്ടി വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കി നാം വിശ്വസ്തയോടുകൂടെ ഈ സുവിശേഷം നാം പരിപാലിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റുവേർഡ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ വിശ്വസ്തരായിട്ടുള്ള ദൈവത്തിൻ്റെ ദാസരാകുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം സ്റ്റുവേർഡ് ചെയ്യാൻ നാം അറിഞ്ഞില്ല എങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. 2 കൊരിന്ത്യർ 4:7 അതിൽ ഈ സുവിശേഷത്തെക്കുറിച്ച് എന്ത് പറയുന്നത് നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 4:7 പറയുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെതത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് എന്നാണ് തിരുവചനം അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ നിക്ഷേപം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, മുന്നോട്ടുള്ള അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ വളരെ സ്പഷ്ടമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് സുവിശേഷത്തിൻ്റെ വെളിച്ചത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ മൺപാത്രങ്ങളായിരിക്കുന്ന നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വളരെ വിലപ്പെട്ടതായിട്ടുള്ള ഒരു നിക്ഷേപമാണ്. ആ നിക്ഷേപത്തിൽ ആദ്യത്തെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ അത്യന്ത ശക്തി. ഈ നിക്ഷേപത്തിനൊരു ശക്തിയുണ്ട്. അത് സാധാരണ ശക്തിയല്ല, അതൊരു അത്യന്ത ശക്തിയാണെന്നാണ് പറയുന്നത്. കാരണം ഈ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ശുശ്രൂഷിച്ച് അല്ലെങ്കിൽ അല്പനേരം പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സുവിശേഷം തന്നെ ആണോ നമ്മൾ കേട്ടതെന്നാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണേ. ഇത് തന്നെ ആണോ നമ്മൾ കേട്ട സുവിശേഷം എന്നുള്ളത് നമ്മൾ പരിശോധിക്കാൻ പോവുക. അപ്പം ഈ സുവിശേഷത്തിന് ഒരു അത്യന്ത ശക്തി ഉണ്ടെന്നാണ് തിരുവചനം പറയുന്നത്. അത് റോമാലേഖനത്തിൻ്റെ 1:16 വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ദൈവവാക്യമാണ്. എന്താണ് ആ ശക്തി? സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്.
വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായിട്ടുള്ള ദൈവശക്തിയാകുന്നുവല്ലോ. ഉയരം കൂട്ടാനുള്ള ദൈവശക്തിയെന്നോ സുന്ദരനാക്കാനുള്ള ദൈവശക്തിയെന്നോ അല്ലെങ്കിൽ സമ്പന്നനാകാനുള്ള ദൈവശക്തിയോ ഒന്നും അവിടെ പറയുന്നില്ല. ദൈവത്തിന് ഇതെല്ലാം സാധ്യമാണ്. പക്ഷേ ഈ സുവിശേഷത്തിൻ്റെ അത്യന്ത ശക്തിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും തിരുവചനം ഏറ്റവും വലിയ നാശമെന്ന് കരുതുന്നത് എന്താണോ അതിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ശക്തിയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഹല്ലേലൂയ. നാം തിരുവചനം മുഴുവൻ നോക്കുമ്പോഴത്തേക്കും നാം കാണുന്നത് ബാക്കിയൊക്കെ മാനേജ് ചെയ്യാമെന്നാണ് പറയുന്നത്. ബാക്കിയൊക്കെ നമുക്ക് കാര്യങ്ങൾ തീർപ്പാക്കാം. എവിടെയാണ് നമ്മളത് കാണുന്നത്? പല ഭാഗങ്ങളും നമ്മൾ കാണുന്നു. അതായത് നിൻ്റെ കൈ തെറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ ചെത്തിക്കളഞ്ഞ് ബാക്കിയുള്ളതും കൊണ്ട് നിത്യതയിലോട്ട് വന്നോളാനാണ് പറയുന്നത്. നിന്റെ കണ്ണ് പാപം ചെയ്യുന്നെങ്കിൽ നീ മുന്നോട്ടൊന്നും വലുതായിട്ട് കണ്ടില്ലേലും കുഴപ്പമില്ല, അതെടുത്ത് ചൂഴ്ന്ന് കളഞ്ഞ് മാറ്റി ബാക്കിയുള്ളത് കൊണ്ട് നീ നിത്യത പ്രാപിച്ചോളാനാണ് പറയുന്നത്. തിരുവചനം വളരെ വ്യക്തമാണ്. നാം രക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യം മാത്രം ആണുള്ളതെങ്കിൽ അത് നിത്യനരകമാണ്. അതിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്ന ശക്തിയാണ് സുവിശേഷത്തിനുള്ളതെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. നാം വീണ്ടും നോക്കാനായിട്ട് പോവുകയാണ്. 2 തിമോത്തിയോസ് 1:13-14 വാക്യം എന്താണ് ഈ സുവിശേഷത്തെ വിളിക്കുന്നത്? നമ്മൾ ഒരിക്കൽ കൂടെ കേട്ടിട്ട് നാം ഈ സുവിശേഷത്തിലേക്ക് നാം പോകാൻ പോവുകയാണ്. എന്നിൽ നിന്ന് കേട്ട നിർമ്മല വചനത്തെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിനും സ്നേഹത്തിനും ഒരു മാതൃകയാക്കി നീ സൂക്ഷിക്കുക. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നിന്നിലെ നല്ല നിക്ഷേപങ്ങൾ സംരക്ഷിക്കുക. സുവിശേഷത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ഉപദേശം വചനത്തെക്കുറിച്ചും എല്ലാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നല്ല നിക്ഷേപം. എല്ലാവരും പറഞ്ഞാട്ടെ, നല്ല നിക്ഷേപമാ സുവിശേഷം എന്ന് പറഞ്ഞാട്ടെ. നല്ല നിക്ഷേപമാണ്. ഹല്ലേലൂയ. അപ്പം നമ്മളൊരു സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മളൊരു ബാങ്കിൽ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ബാങ്കേഴ്സും ഉണ്ട്. അപ്പം സ്റ്റാർട്ട് ചെയ്ത അത് ആരുടെയാണ്? നമ്മുടെ ആണോ ബാങ്കിൻ്റെ ആണോ? ബാങ്കിൻ്റെ ആണെന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ നിങ്ങൾ മറന്നേക്കും. ബാങ്കിൻ്റെ അല്ല, ബാങ്കിൻ്റെ ആണെന്ന് പറഞ്ഞപ്പോൾ ഒരു പേടി, പോയി ഒന്ന് ചെക്ക് ചെയ്യണം. ആ നിക്ഷേപം നമ്മൾ തുടങ്ങിയിരിക്കുന്നതാണെങ്കിൽ അത് എൻ്റെയാണ്, ഞാൻ നിക്ഷേപിച്ച ആ വ്യക്തിയുടെ അല്ല. അങ്ങനെയെങ്കിൽ ആദ്യം ഞാൻ സുവിശേഷത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം അത് നിക്ഷേപമായി നമ്മുടെ അകത്തിട്ടിരിക്കുന്നുവെങ്കിൽ അത് നമ്മുടേതല്ല, നാം അതിൻ്റെ കാര്യസ്ഥരാകുന്നു. അത് ദൈവത്തിൻ്റെയാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെതാണെങ്കിൽ ആദ്യമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിനെക്കുറിച്ച് നല്ല കാര്യസ്ഥരാകാനായിട്ട്. നാം അതിൻ്റെ 5 ഘടകങ്ങൾ ഈ 2 ആഴ്ചകളായിട്ട് അല്ലെങ്കിൽ 2 ദൂതുകളിലായിട്ട് നാം കാണാൻ പോവുകയാണ്. ടു സ്റ്റുവേർഡ് ദ ഗോസ്പൽ. അടുത്തിരിക്കുന്നവരോട് പറയാമോ, ആ ഗോസ്പൽ നമ്മുടേതല്ല എന്ന് പറയാമോ? നമ്മളിലേക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. വി ഹാവ് ബീൻ എൻട്രസ്റ്റഡ് വിത്ത് ദ ഗോസ്പൽ. യേശുക്രിസ്തു അത് വ്യക്തമായിട്ടുള്ള പദ്ധതിയോടുകൂടെ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്, നമ്മുടേതല്ല. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാനല്ല തന്നിരിക്കുന്നത്. അത് ആ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് പരിപാലിക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ സുവിശേഷത്തെ പരിപാലിക്കുമ്പോൾ അല്ലെങ്കിൽ വിശ്വസ്തയോടുകൂടി അതിനോട് പ്രതികരിക്കുമ്പോൾ 5 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കും. ഫസ്റ്റ് ഇസ് 5 P ആണ്. ഫസ്റ്റ് ഇസ് ടു സ്റ്റുവേർഡ് ദ പ്യൂരിറ്റി ഓഫ് ദ ഗോസ്പൽ. ആദ്യത്തേത് ദ പ്യൂരിറ്റി ഓഫ് ദ ഗോസ്പൽ. ഈ സുവിശേഷ കലർപ്പില്ലാതെ അതുപോലെ നാം അതിനെ കൈകാര്യം ചെയ്യണമെന്ന് തിരുവചനം ആഗ്രഹിക്കുന്നു. നാം ഗലാത്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ സാധാരണ ഇത് ഇച്ചിരി ചൂടായിട്ട് അവിടെ പറയുന്നു. വളരെ സ്നേഹമുള്ള അപ്പോസ്തലനൊക്കെയാണ്. പക്ഷേ ഈ കാര്യം വന്നപ്പോഴത്തേക്കും നമ്മൾ ചില കാര്യം പറയത്തില്ലേ, ഇതിൽ ഒരു കോംപ്രമൈസ് ഇല്ല. പാസ്റ്ററെ ഈ കാര്യം എന്നോട് പറയില്ല, എനിക്കൊക്കത്തില്ല. പാസ്റ്ററെ അങ്ങോട്ട് ക്ഷമിക്കാനൊന്നും പറഞ്ഞേക്കില്ല, ചുമ്മാ എന്നോട് പറഞ്ഞേക്കില്ല.
ചില കാര്യം വരുമ്പോൾ നമ്മൾ പറയത്തില്ല എന്നെ ചുമ്മാ പുഷിയല്ലേ എന്ന് പറഞ്ഞ പോലെ പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യം വരുമ്പോഴത്തേക്കും വളരെ വളരെ സ്റ്റേണാണ്. നമ്മളത് നോക്കാൻ പോവുക. ഗലാത്യ ലേഖനം 1:6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ കൃപയിലേക്ക് നിങ്ങളെ വിളിച്ചവനിൽ നിന്ന് മാറിപ്പോയി ഇത്ര വേഗത്തിൽ മറ്റൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അപ്പം ഈ വാക്യം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് എന്ത് മനസ്സിലാകുന്നു? സുവിശേഷത്തിനും പല ഡിനോമിനേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. മറ്റൊരു സുവിശേഷത്തെക്കുറിച്ച് പറയുന്നു. നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. എന്താണോ നാം കേട്ടുകൊണ്ടേയിരിക്കുന്നത് അത് നമുക്ക് യാഥാർത്ഥ്യമായിട്ട് തോന്നും. ഞാൻ പലപ്പോഴും ഇന്ന് വ്യക്തികളുമായിട്ട് ഞാൻ സമയം ചെലവഴിച്ച് അവരെ സഹായിക്കുമ്പോൾ ചിലപ്പോൾ അവർ പറയും എന്നെ കൊണ്ട് കൊള്ളത്തില്ല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ അത് അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും എവിടെ നിന്നാണ് അത് കേട്ട് വരുന്നത്? ചെറുപ്പത്തിലേ വളർന്നപ്പോഴത്തേക്കും നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല. കാരണം എന്താ? 10ൽ 9 കിട്ടിയുള്ളൂ. എൻ്റെ മോനാണെങ്കിൽ 10ൽ 10 കിട്ടണമായിരുന്നു. കേട്ട് 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 അങ്ങ് അത് യാഥാർത്ഥ്യമായി അത് ജീവിച്ചുകൊണ്ടിരിക്കുക. തിരുവചനം പറയുന്നത് ഞാൻ മറ്റൊരു സുവിശേഷം കേട്ട് കഴിഞ്ഞാൽ ഞാൻ മാറിപ്പോകും, ഞാൻ തെറ്റിപ്പോകും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ശ്രദ്ധിച്ചോ? അയ്യോ 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ മാറിപ്പോയെന്നല്ല, ഇത്ര വേഗത്തിൽ നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിഞ്ഞതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. പലരും വാട്സാപ്പ് അയച്ചൊക്കെ ചോദിക്കുകയാണ്, പാസ്റ്ററെ ഈ യൂട്യൂബിൽ പറയുന്നത് കറക്റ്റാണോ? അപ്പം ഞാൻ ചിലപ്പോൾ സമയമില്ലാത്തപ്പോൾ പറയും നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാവോ? കാരണം ഇത് ഇന്നലെ ഇറങ്ങിയ റീലാണ്, ഇത് വർഷങ്ങളായിട്ടുള്ള വചനമാണ്. ഹല്ലേലൂയ. ഇത് വർഷങ്ങളായിട്ട് എഴുതിയിരിക്കുന്ന വചനമാണ്. ഈ വചനത്തിലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1-2 വാക്യമൊഴികെ മറ്റെല്ലാ വാക്യങ്ങളും അതാത് സമാന്തര കാലഘട്ടത്തിൽ മറ്റു പുസ്തകങ്ങളിലും ചരിത്ര പുസ്തകങ്ങളിലും രേഖപ്പെടുത്തി ഇത് സത്യവചനമാണെന്ന് കാലം തെളിയിച്ചിരിക്കുന്ന പുസ്തകമാണ്. എന്നാലും സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അത് കാണുമ്പം ഇത് ശരിയാണോ എന്നൊരു സംശയം. നാം നമ്മുടെ ഇൻപുട്ട് അനുസരിച്ചാണ് നമ്മുടെ ഔട്ട്പുട്ട്. അതുകൊണ്ട് ആ തിരുവചനം വളരെ വ്യക്തമായിട്ട് വേദഭാഗങ്ങളിൽ പറയുന്നത് നീ എന്ത് കേൾക്കുന്നു എന്നുള്ളത് സൂക്ഷിച്ചു കൊള്ളുക. നാം എന്തിൽ നമ്മുടെ ശ്രദ്ധ കൊടുക്കുന്നതോ, നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വളരെ വളരെ മനോഹരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അല്ല, ആസ്വാദനം നടക്കുന്നുണ്ട്, എന്നാൽ അതിൻ്റെ പുറകിൽ അത് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നാം അറിയാതെ അത് നമ്മുടെ യാഥാർത്ഥ്യമായി മാറുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, വളരെ പെട്ടെന്ന് നിങ്ങൾ മാറിപ്പോയിരിക്കുന്നു. മറ്റൊരു സുവിശേഷം എന്നൊന്നില്ല. ഈ ഫേക്കാന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനൊരു സാധനമേ ഇല്ലെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് അത് അങ്ങനെ അദ്ദേഹം പറയാൻ കാരണം? സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം, നല്ല വാർത്ത. ഇതല്ലാതെ മറ്റൊരു സുവാർത്ത ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിരുന്നാലും ക്രിസ്തുവിൻ്റെ സുവിശേഷം വളച്ചൊടിക്കുന്നവരും നിങ്ങളെ കലക്കുന്നവരുമായിട്ടുള്ള ചില മനുഷ്യർ ഉണ്ട്. നിങ്ങൾ നല്ല സ്കീമുകളൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ഇവിടെ 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ ബ്രദർ മറ്റന്നാൾ ഞാൻ നിങ്ങൾക്ക് 1 കോടി തരും. പക്ഷെ ബിലീവറല്ലേ പറയുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, പാസ്റ്ററെ അവൻ പാപം ചെയ്യാത്തവനാണ്, ഞാൻ അങ്ങ് കൊടുത്തു പാസ്റ്ററെ. ഇതിനകത്ത് ഞാൻ സാധാരണ പറയാറുണ്ട്, ഇങ്ങനത്തെ ഗ്രേറ്റ് പ്രോമിസസ് കേൾക്കുമ്പോൾ ആ സ്കീമറിന് വേണ്ടിയുള്ള സ്കീമാണ്, അല്ലാതെ നമുക്ക് വേണ്ടിയുള്ള സ്കീമല്ല. ഈ തിരുവചനത്തിൽ നിന്നുള്ളതല്ലാത്ത ബാക്കി എല്ലാം പ്രീച്ചറിന് വേണ്ടിയുള്ളതായിരിക്കും.
അതുകൊണ്ട് ആ തിരുവചനം വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നത്, പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ച വാക്കുപോലും തിരുവചനത്തിൽ ശരിയാണോ എന്ന് നോക്കിയ ഒരു കൂട്ടത്തെ അഭിനന്ദിക്കുന്നത് അതിനെക്കുറിച്ചാണ്. കാരണം എന്താ? തിരുവചനം വർഷങ്ങൾക്ക് മുമ്പേ എഴുതിയൊരു കാര്യമാണ്. വളച്ചൊടിക്കുന്ന ചിലരും കലക്കുന്ന ചിലരും ഉണ്ട്. ചില പ്രസംഗം ചിലപ്പം കേട്ട് കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് നമ്മളൊരു 3/4 മണിക്കൂർ ചില ആൾക്കാരോട് സംസാരിച്ച് കഴിയുമ്പോൾ അങ്ങനെ എന്താ ജോലി എന്നങ്ങാണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുവാ പുള്ളി ചെയ്യുന്നു, പിടികിട്ടിയില്ലോ, എന്തുവായിരുന്നു, എന്താ പാസ്റ്റർ പ്രസംഗിച്ച് എന്താ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത്, എന്തുവാ? തിരുവചനമാണ് അടിസ്ഥാനം. സമയത്തിൻ്റെ ശോധന ജയിച്ചത് പാസ്റ്ററല്ല, തിരുവചനമാണ്. ഹല്ലേലൂയ. അത് ജീവനുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്? അങ്ങനെ ചില മനുഷ്യരുണ്ട്, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന്, ഇനിയിപ്പോൾ ഡയറക്റ്റ് റെവലേഷനാണ്, ഇപ്പം ഇന്നലെ അവിടുന്ന് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ദൂതനാണെങ്കിലും ശരി, വ്യത്യസ്തമായിട്ടുള്ള ഒരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട രണ്ടാമത്തെ തവണ യേശുക്രിസ്തു വെരിലി വെരിലി എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ സാധാരണ രണ്ടാമത് പറയുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വീണ്ടും പറയുക, ഞങ്ങൾ സുവിശേഷത്തിന് വിപരീതമായ ആരെങ്കിലും നിങ്ങളോട്, ഞങ്ങൾ പങ്കിട്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് അവൻ ശപിക്കപ്പെട്ടവൻ. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് ഒരു വളരെ കഠിനമായിട്ടുള്ള ഭാഷയിൽ ഇതിനെ അഭിസംബോധന ചെയ്യുന്നത്? കാരണം ഈ ഒരു മാറ്റം എൻ്റെ നിത്യതയെ തന്നെ തകർക്കുവാൻ കഴിവുള്ള ഒരു സാധനമായതുകൊണ്ടാണ് ഇതിനകത്തൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന് പറയുന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, സത്യസുവിശേഷം തന്നെ നാം ജീവിക്കണമെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നാം കണ്ടു, ഈ സുവിശേഷം ദൈവത്തിൻ്റെതാണ്, നാം കാര്യസ്ഥർ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സുവിശേഷം ഒന്നും അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊന്നുമില്ല. ഞാൻ ഇച്ചിരി ഒന്ന് പോളിഷ് ചെയ്ത് അങ്ങനെ ഒന്നുമില്ല. ഇതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പം മൊത്തം ആപ്പ് ആയതുകൊണ്ട് ഇതിനകത്ത് അപ്ഡേറ്റും ആവശ്യമില്ല. ഇത് നമ്മുടെ ഫയൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളോട് ഇത് പങ്കുവെക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. ഈ സുവിശേഷം കരുതുന്നവരായി അല്ലെങ്കിൽ ഇത് പങ്കുവെക്കുന്നവരായി റിസൾട്ട് ഉറപ്പിക്കണമെന്ന് പോലും പറയുന്നില്ല കേട്ടോ. ഞാൻ അതിനകത്തോട് പിന്നീടുള്ള സമയങ്ങളിൽ ഞാൻ വരും. എന്നാൽ ഇത് നാം ബി ദ മെസ്സഞ്ചേഴ്സ് ഓഫ് ദിസ് പ്രഷ്യസ് ഗോസ്പൽ. അതാ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഡോക്ടർ ഒരു നല്ല മരുന്ന് എഴുതി, പക്ഷെ അതിന് ഇച്ചിരി കയ്പുള്ളത് കൊണ്ട് ഫാർമസി ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ഫാർമസിസ്റ്റ് പറഞ്ഞു, ഇത് വേണ്ട, മറ്റേതങ്ങ് കഴിച്ചു, നല്ല മധുരമാണ്. അങ്ങനെ ചെയ്യാമോ? ചിലടത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. പല രാജ്യങ്ങളും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ ലൈസൻസൊക്കെ കട്ടാവും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് ചെയ്യല്ലേ. അങ്ങനെ തരുന്ന മരുന്നൊന്നും മേടിച്ച് കഴിക്കല്ലേ. ഡോക്ടറിനാണ് അറിയുന്നത്. കാരണം ചിലപ്പം ഇച്ചിരി സുഖമില്ലാത്ത അല്ലെങ്കിൽ സുഖിക്കാത്ത ആ സാധനം അങ്ങ് മാറ്റുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ പോകുന്നത് സൗഖ്യത്തിനുള്ള ഘടകമായിരിക്കും. അതേപോലെ അയ്യോ എനിക്ക് അറിയുന്ന സുവിശേഷം ഇവന് കേട്ടാൽ വലിയ രസം കാണത്തില്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി മധുരം കൂടെ ചേർത്ത് കൊടുക്കാൻ നമുക്ക് അധികാരമില്ല. അത് നമ്മുടേതല്ല. ഹല്ലേലൂയ. അത് യേശു നമുക്ക് തന്നിരിക്കുന്നത് പോലെ നാം ചെയ്യേണ്ടതാകുന്നു. അപ്പോൾ സ്റ്റുവർഡിങ് ദ പ്യൂരിറ്റി ഓഫ് ദ ഗോസ്പൽ, ഈ സുവിശേഷത്തിൻ്റെ സത്യസന്ധത അല്ലെങ്കിൽ നൈർമല്യത നാം സ്റ്റുവർഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ യഥാർത്ഥ സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടതും. പണ്ട് ഞാൻ ഓർക്കുകയായിരുന്നു, നമുക്ക് ഈ പഠിക്കുമ്പോഴത്തേക്കും
10 വരി എഴുതുക പശുവിനെ കുറിച്ച്. പക്ഷേ കഴിഞ്ഞ ടേമിൽ അതല്ല പഠിപ്പിച്ചത്. കഴിഞ്ഞ ടേമിൽ പഠിച്ചത് തെങ്ങിനെ കുറിച്ചായിരുന്നു. അപ്പോൾ തെങ്ങിനെ കുറിച്ച് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ വീട്ടിൽ ഒരു നല്ല ജേഴ്സി പശു ഉണ്ട്. ഫസ്റ്റ് സെൻറ്റൻസ് എണ്ണിയാണ് എഴുതുന്നത്. ഇനിയും വേറൊന്നും അറിയില്ല പശുവിനെ കുറിച്ച്. എൻ്റെ വീട്ടിൽ ഒരു തെങ്ങുമുണ്ട്. ഹല്ലേലൂയ. എന്നും രാവിലെ അമ്മ അതിനെ തെങ്ങിലോട്ട് കെട്ടും. പിന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആണ്. തെങ്ങ് കേരളത്തിൻ്റെ വൃക്ഷമാണ്. ഓലയിൽ നിന്ന് നമുക്ക് ഇതുണ്ടാക്കാം. ഞങ്ങൾ പണ്ട് ഓല ഉപയോഗിച്ച് ഓലപ്പന്ത് കളി കളിച്ചിട്ടുണ്ട്. ചകിരി, തേങ്ങ, പിന്നെ എല്ലാം നമ്മൾ എഴുതി തീർത്തു. ഇങ്ങനെ സുവിശേഷം പങ്കുവെച്ചാൽ സുവിശേഷത്തിൻ്റെ നൈർമല്യതയെല്ലാം വേറെ വഴിക്ക് പോകും. സുവിശേഷം എന്തെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ സുവിശേഷം നാം പങ്കുവെക്കണമെങ്കിൽ, പങ്കുവെക്കുന്നതിന് മുമ്പ് ഞാൻ ഇന്ന് പ്രധാനമായിട്ട് സുവിശേഷം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ പോകും. നമ്മൾ സുവിശേഷം പങ്കുവെക്കുന്നതിന് മുമ്പ് നമ്മളതിനെ ജീവിക്കണം. ഒത്തിരി സ്റ്റെപ്സ് ഉണ്ട്. സുവിശേഷം എന്താണെന്നാണ് പഠിക്കാം. അപ്പം ആദ്യം എനിക്ക് സുവിശേഷം അറിയില്ല എങ്കിൽ പങ്കുവെക്കാൻ പറ്റില്ല. രണ്ടാമത്, ഈ അടുത്ത മോനൊരു കോമ്പസിഷൻ കൊടുത്തായിരുന്നു. എന്തായിരുന്നു? മൈ വെക്കേഷൻ. കഴിഞ്ഞ വർഷം ഒരു അവധി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അപ്പം അവൻ പറഞ്ഞു, അപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞ ആ ഒരു വെക്കേഷൻ ഇച്ചിരി തിരക്കായിപ്പോയി, അതുകൊണ്ട് ഒത്തിരി ഒന്നും എങ്ങും പോകാൻ പറ്റിയില്ല. അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ കഴിഞ്ഞായിരിക്കും വരുന്നത്. ഞാൻ പറഞ്ഞു, നമുക്ക് ഡിസ്ട്രിക്ട് വെക്കേഷൻ വെച്ച് എഴുതാൻ പറ്റുമോ? അപ്പം അതിനാകെ നമ്മൾ പോയത് ലുലു മോളിലല്ലേ. ഈ അടുത്ത മോളെ ലുലു മോളിൽ കൊണ്ടുപോയി പിക്നിക്. ഞാൻ പറഞ്ഞു, നീ ലുലു മോളിൽ പോയി എന്നും അവിടെ അല്ലേ പോകുന്നു, നീ ടൂർ ഗൈഡ് ആയിക്കുവാണെങ്കിൽ. പക്ഷെ വളരെ സ്നേഹമുള്ള ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സ് എല്ലാവരെയും കരുതി ചിന്തിക്കുന്നതുകൊണ്ട് ടീച്ചേഴ്സ് ഒരു ഓപ്ഷൻ കൊടുത്തായിരുന്നു. എന്താണ്? ഇനി നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഇമാജിനേഷനിൽ എഴുതിയാലും മതി. മോനെ എഴുതി. ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ ഡൽഹിയിൽ പോയി. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട് ഇഷ്ടമുള്ളിടത്ത് നിർത്താം. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഓസ്ട്രേലിയയിലുള്ള കസിൻസ് പരാതി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് ഫ്ലൈ ചെയ്തു. പിന്നെ അവൻ്റെ ഒരു സ്വപ്നവും വിട്ടില്ല. തിരിച്ചു വരുന്ന വഴിയിൽ അപ്പം എന്താ വൈകുന്നേരം ഡിന്നർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പാരീസിൽ പോയി. വരുന്ന വഴി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂടെ ചായയും കടിയും കഴിച്ചിട്ട് ഞങ്ങളിങ്ങ് വന്നു. ഇമാജിനേഷൻ വെച്ച് സുവിശേഷം നമ്മൾ എഴുതരുത്. നമ്മുടെ സങ്കല്പമോ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യമോ ഒന്നുമല്ല സുവിശേഷത്തിൽ വേണം. അങ്ങനെയെങ്കിൽ എന്താ സുവിശേഷം എന്ന് നാം യഥാർത്ഥത്തിലൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. നാം ഈ സുവിശേഷം മനസ്സിലാക്കണേ, നാം തിരുവചനത്തിൻ്റെ നല്ല സ്റ്റുഡൻസ് ആയേ മതിയാകും. ആമേൻ. അടുത്തിരിക്കുന്ന ആട് പറഞ്ഞാട്ടെ, വചനം പഠിക്കണം എന്ന് പറഞ്ഞാട്ടെ. ഈ സുവിശേഷം തന്നെ തിരുവചനത്തിൽ 4 ഉണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 പേര് എഴുതിയിരിക്കുന്ന സുവിശേഷങ്ങൾ തന്നെ തിരുവചനത്തിനുണ്ട്. അതെടുത്ത് വായിച്ചാട്ടെ. അപ്പം നമ്മളൊരു സുവിശേഷം നമ്മൾ പറയുമ്പോൾ, അതിനെ മനസ്സിലാക്കുമ്പം, അതിൻ്റെ നൈർമല്യതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പം വേറൊരു കോമ്പസിഷൻ കിട്ടിയായിരുന്നു, മൈ ബർത്ത്ഡേ പാർട്ടി. അപ്പം നമ്മൾ അത് എഴുതുവാണെങ്കിൽ എന്ത് ചെയ്യണം? 1, ഇത് എന്നെക്കുറിച്ചുള്ളതായിരിക്കണം, എൻ്റെ ബർത്ത്ഡേ ആണല്ലോ. 2, ഇത് ആനിവേഴ്സറി ആവാൻ പറ്റില്ല, എൻ്റെ ബർത്ത്ഡേ തന്നെ ആയിരിക്കണം. 3, ഇതിനകത്തൊരു പാർട്ടി വേണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പം ഏറ്റവും ആദ്യത്തെ കാര്യം അതൊരു ഗുഡ് ന്യൂസ് ആയിരിക്കണം. ആദ്യത്തെ കാര്യം, ഐ എം സ്റ്റാർട്ടിങ് വെരി സിമ്പിൾ. സുവാർത്ത. അച്ചായ എനിക്കൊരു നല്ല വാർത്ത പറയാനുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം നരകത്തെക്കുറിച്ചല്ല.
ഞങ്ങൾ പണ്ട് നാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് ഇങ്ങനെ ചുമ്മാ അവിടെ വീടിൻ്റെ പുറത്ത് നിൽക്കുമായിരിക്കും. പെട്ടെന്ന് ആത്മഭാരമുള്ള മനുഷ്യരാണ്, പക്ഷെ നമ്മൾ ചിലപ്പം പേടിച്ചു പോകും. വന്ന് ചുറ്റും ഇങ്ങനെ വലയം വയ്ക്കും, രക്തം ജയം രക്തം ജയം. അപ്പം നമ്മളിങ്ങനെ ഡാൻസ് കളിക്കുകയാണ്, പുള്ളി എങ്ങോട്ടാണ് പോകുന്നത്? അയ്യോ കർത്താവേ, നരകത്തിലോട്ട് വിടല്ലേ, നരകത്തിലോട്ട് വിടല്ലേ, നരകത്തിലോട്ട് വിടല്ലേ. നല്ല മൂഡിലിരിക്കുന്ന നമ്മുടെ അന്നത്തെ എന്താ സംഭവിച്ചത്? പുള്ളി വന്നു, വന്നു, പോയി. സുവിശേഷത്തിന് ഇറങ്ങിയതാണ്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. സുവിശേഷം ഇതിൻ്റെ തലക്കെട്ട് തന്നെ നല്ല വാർത്തയാണ്. ആൾക്കാരോടൊരു നല്ല വാർത്ത പറയാനുണ്ടെങ്കിൽ നരകത്തിൻ്റെ ഭീകരതയല്ല നമ്മൾ പറയാം. നിനക്ക് നരകത്തിലേക്ക് പോവാതിരിക്കത്തക്കവണ്ണം യേശു നിനക്ക് വേണ്ടി എന്തോ ചെയ്തിട്ടുണ്ടെന്നുള്ള നല്ല വാർത്തയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പേരും സന്ദേശവും ഡിഫറൻ്റ് ആവാൻ പറ്റത്തില്ല. ആളുടെ പേര് പൊളൈറ്റ് എന്നാണ്, പക്ഷെ ഭയങ്കര കലിപ്പാണ്, ഫുൾ ടൈം മാച്ചാവുന്നില്ല. അപ്പോൾ നമുക്ക് 4 സുവിശേഷങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി ഇത് പഠിക്കാനായിട്ട്. ഇതിനകത്ത് പൊതുവായിട്ട് എഴുതിയിരിക്കുന്നത് എന്താ? 4 പേരല്ലേ എഴുതിയിരിക്കുന്നത്. ഇതിനായിട്ട് പൊതുവായിട്ട് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് പഠിക്കാൻ ആഗ്രഹം തോന്നി. ഞാൻ പെട്ടെന്ന് പറയട്ടെ. എഴുതിയിരിക്കുന്ന ഈ 4 സുവിശേഷങ്ങളിലും പൊതുവായിട്ട് എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഇതിനകത്തെ സെൻട്രൽ ഫിഗർ യേശു ക്രിസ്തുവാണ്. ഇത് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം പങ്കുവെക്കുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള സുവിശേഷത്തിലും ഇത് തന്നെ ആകട്ടെ പ്രധാന മെസ്സേജ്. ഇതിനകത്തെ സെൻട്രൽ ഫിഗർ യേശുവാണ്, പ്രസംഗിക്കുന്ന ആളല്ല. എൻ്റെ സന്ദേശം മുഴുവൻ ഞാൻ ചെയ്തതും ഞാൻ അവിടെ പോയതും ഞാനാണെങ്കിൽ അത് ഈ സത്യസുവിശേഷമല്ല. സുവിശേഷത്തിൽ അല്പം പോലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, മഹത്വം യേശുവിന് മാത്രം. മറ്റ് ഈ സുവിശേഷ പ്രചാരണത്തിന് സഹായകമായിരിക്കുന്ന എല്ലാവരും അതെങ്ങനെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? കർത്താവിൻ്റെ അത്യന്ത കൃപയാലാണ് അത് സംഭവിച്ചത്. അതിനൊരു വ്യക്തിക്കും പുകഴ്ച എടുക്കാനായിട്ട് കഴിയുകയില്ല. അത് തന്നെയാണ് ഈ സുവിശേഷത്തിൻ്റെ കാതലായിട്ടുള്ള സന്ദേശം. ഈ 4 സുവിശേഷങ്ങളിലും പറയുന്ന മറ്റൊരു കാര്യം, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നു, അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്നു, ഉപദേശത്തെക്കുറിച്ച് പറയുന്നു, കരുണയെക്കുറിച്ച് പറയുന്നു, അധികാരത്തെക്കുറിച്ച് പറയുന്നു. ഈ സുവിശേഷങ്ങളിൽ പൊതുവായി പറയുന്ന മറ്റൊരു കാര്യം അനുതാപം, വിശ്വാസം, ദൈവരാജ്യം, ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ ഈ സെയിൽസ് കൺവേർട്ട് ചെയ്യുന്നത് പോലെ, ഒപ്പിടുന്നത് പോലെ, പ്രാർത്ഥിച്ചു, രക്ഷിക്കപ്പെട്ടു, കഴിഞ്ഞു. അതൊരു തുടക്കം മാത്രമാണ്. ഞാൻ വിശ്വസിക്കുന്നു, സുവിശേഷം പങ്കുവെച്ച് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ശിഷ്യപ്പെടാത്ത ഒരു ആളെന്ന് പറയുന്നത് അഡ്മിഷൻ എടുത്ത് സ്കൂളിൽ പോകാത്ത ഒരു കുട്ടിയെ പോലെ. സ്കൂളിൽ പോകാൻ അഡ്മിഷൻ വേണോ? തീർച്ചയായിട്ടും വേണം. എന്നാൽ വളരുവാനായിട്ട് അഡ്മിഷൻ മാത്രം മതിയോ? പോരാ, ശിഷ്യത്വം വേണം. ഹല്ലേലൂയ. കർത്താവ് ഇത് രണ്ടിലേക്കുമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ 4 സുവിശേഷങ്ങളിലും പൊതുവായി നാം കാണുന്ന മറ്റ് ഒരു കാര്യം, യേശുവിൻ്റെ കഷ്ടത. എല്ലാം സ്വീറ്റ് ആക്കിയിട്ടില്ല ഇവിടെ. അതുകൊണ്ട് എന്തായാലും എൻ്റെ മെസ്സേജിൻ്റെ എല്ലാ ഭാഗവും സ്വീറ്റ് ആവാൻ പറ്റത്തില്ല. യേശുവിൻ്റെ കഷ്ടത, യേശുവിൻ്റെ ക്രൂശു മരണം ഒഴിവാക്കാതെ മറ്റ് 4 ഗോസ്പൽസിലും പൊതുവായി എഴുതിയിരിക്കുന്നത് യേശുവിൻ്റെ പുനരുത്ഥാനം. ഈ 4 സുവിശേഷങ്ങളിലും ഒഴിവാക്കാതെ എഴുതിയിരിക്കുന്ന മറ്റ് അവസാനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് is the Great Commission. ഇതെല്ലാം കേട്ടിട്ട് നാം എന്ത് ചെയ്യണമെന്നുള്ളത് ഈ 4 പേരിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോഴും മിസ്സായി പോയിട്ടില്ല. ഹല്ലേലൂയ. അപ്പം നമ്മൾ പൊതുവെ നോക്കുമ്പോഴത്തേക്കും ഈ 4 സുവിശേഷങ്ങളും അവിടെ പറയുന്നത് യേശു ആരായിരുന്നു, യേശു എന്ത് ചെയ്തു,
യേശു ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ്? യേശു ശിഷ്യരോടൊപ്പം നടന്ന് അവരെ വളർത്തി. യേശു ക്രൂശ് മരണം കഷ്ടത സഹിച്ച് മരിച്ചു. ആയതിനാൽ യേശുവിൻ്റെ അനുഗാമികൾ എന്ത് ചെയ്യണമെന്നും വളരെ വ്യക്തമായി എല്ലാ സുവിശേഷങ്ങളും എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുക, ഇത് തന്നെയാണോ നമ്മൾ കേട്ട സുവിശേഷം പ്രിയപ്പെട്ടവരെ? അങ്ങനെ ആണെങ്കിൽ നാം ആദ്യം ചെയ്യേണ്ടത് ഈ സുവിശേഷത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. സ്വീകരിക്കാത്തതെന്ന് ഒരിക്കലും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് ആരെങ്കിലും ഒരുപക്ഷെ ഇതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളെങ്കിൽ ഇന്ന് ഈ സുവിശേഷം പൂർണ്ണമായിട്ടും സ്വീകരിക്കാമോ? നിങ്ങൾക്കറിയാമോ, ഈ 4 പേര്, മത്തായി എന്ന് പറയുന്നത് ചുങ്കക്കാരനായിരുന്നു, ടാക്സ് കളക്ടർ. ഈ ചുങ്കക്കാരൻ റോമ സാമ്രാജ്യം ചോസനൊക്കെ കണ്ടിരിക്കുന്നതുകൊണ്ട് പലർക്കും അതിനെക്കുറിച്ച് ഒത്തിരി ഇന്ന് കുറച്ചും കൂടെ അറിയുമായിരിക്കാം. റോമ സാമ്രാജ്യത്തിന് വേണ്ടി ചുങ്കം പിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മത്തായി. അതുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടമില്ല. നിരന്തരമായിട്ട് ആട്ടും തുപ്പും അല്ലെങ്കിൽ ആൾക്കാരുടെ നീരസം അനുഭവിച്ച് വന്ന മത്തായി യേശുവിനെ കണ്ടപ്പോഴത്തേക്കും മത്തായിയുടെ സുവിശേഷം നോക്കിക്കഴിഞ്ഞാൽ എന്താ അതിനകത്ത് പ്രധാനമായിട്ടുള്ള ആ ഒരു തീം എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ എന്താണ്? വരുവാനിരിക്കുന്ന നല്ല കാലത്തെക്കുറിച്ച്, ആ വാഗ്ദത്ത മശിഹ ആരെന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ഒരു പ്രധാന സ്റ്റൈലാണ് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നത്. കാരണം എന്താ? ഞാൻ വിശ്വസിക്കുക, ഞാൻ ചിന്തിക്കുകയാണ്, പുള്ളിയും ഇതെല്ലാം കേട്ടും ആട്ടും തുപ്പും സഹിച്ച് മടുത്തു. ഇനി എനിക്കും ക്രിസ്തുവിലൊരു നല്ല കാലമുണ്ടെന്ന് പുള്ളിക്ക് വിശ്വസിക്കാൻ ഒത്തിരി ആഗ്രഹമാണ്. ഹല്ലേലൂയ. മർക്കോസിനെ കുറിച്ചൊരു പ്രത്യേക ജോലിയുടെ കാര്യമായിട്ട് പറയുന്നില്ല. ലൂക്കോസ് ആണെങ്കിലോ ഡോക്ടറാണ്. അതുകൊണ്ട് ലൂക്കോസിൻ്റെ ലേഖനം മുഴുവൻ അനലിറ്റിക്കലി സ്പീക്കിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ വളരെ ഡീറ്റെയിൽസ് എല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. യേശുക്രിസ്തു അവിടെ നിന്നു, തിരിഞ്ഞു. എന്നാൽ മറ്റുള്ളവർ ഒരു പക്ഷേ യേശുക്രിസ്തു അവളെ സൗഖ്യമാക്കി എന്നായിരിക്കും പറയുന്നത്. ലൂക്കാണെങ്കിൽ വളരെ മെത്തോഡിക്കലാണ്, പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ടായിരുന്നായിരിക്കാം വളരെ വ്യക്തമായിട്ട്. യോഹന്നാനെ സംബന്ധിച്ചാണെങ്കിലോ മുക്കുവന. യോഹന്നാനെ എവിടെ വെച്ചാണ് ദൈവം വിളിച്ചത്? വല കഴുകിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും തൻ്റെ പ്രധാനപ്പെട്ട ഒരു ഐഡൻറ്റിറ്റിയിൽ താൻ നിൽക്കുന്ന സമയത്താണ് യേശുക്രിസ്തു വിളിച്ചത്. അങ്ങനെ യേശുവിനെ കണ്ട് മുന്നേറിയ ആ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ സ്റ്റൈല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തുവിലുള്ള ഐഡൻറ്റിറ്റിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അവരുടെ ശൈലികൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട ദൂത് മാറിയില്ല. നമ്മൾ ഓരോരുത്തരിലും കർത്താവ് ഇടപെടുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും. നമ്മളെ നയിക്കുന്നത് വ്യത്യസ്തമായിരിക്കും. നമ്മൾ ചില കാര്യങ്ങളെ കാണുന്നത് വ്യത്യസ്തമായിരിക്കാം. എന്നാൽ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, പ്രധാനപ്പെട്ട ഭാഗം മാറാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാട്ടെ. നമ്മൾ മുമ്പൊരു കഥ കേട്ടിട്ടില്ലേ? ഒരു ആധാരം എഴുതുന്ന ആൾ ഒരു പ്രേമലേഖനം അയച്ചത് ഓർമ്മയില്ലേ? അതായത് ഇന്ന റോഡിൻ്റെ മുകൾ വശത്ത് താമസിക്കുന്ന 3 സെൻറ്റ് പുരയിടത്തിൽ താമസിക്കുന്ന സൂസമ്മയെ, റോഡിൻ്റെ കിഴക്ക് വശത്ത് ഏലുക അനുസരിച്ച് വലതുഭാഗത്ത് ചന്ദ്രൻ്റെയും മുൻഭാഗത്ത് നാരായണൻ്റെയും ഇടയ്ക്ക് താമസിക്കുന്ന ശ്രീമാൻ സണ്ണിയുടെയും മകനായിരിക്കുന്ന ഞാനും തമ്മിൽ ഒരു ആയുഷ്കാല ഉടമ്പടി ചെയ്യാനായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റൈൽ ഇച്ചിരി നമുക്കെല്ലാവർക്കും നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കുമ്പം നമ്മുടെ ആ യുണീക്നെസ് ദൈവം എടുത്തു മാറ്റുകയില്ല. എന്നാൽ ദ മെയിൻ മെസ്സേജ് ഹാസ് ടു ബി ക്ലിയർ. സുവിശേഷം എന്ന് പറയുന്നത് അതിൻ്റെ നൈർമല്യത നാം തീർച്ചയായും കാത്തു സൂക്ഷിക്കണമെങ്കിൽ നാം ഇതിനകത്ത് കലർപ്പ് കൊണ്ടുവരാൻ പാടില്ല. സാധാരണ പ്രാക്ടിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയെല്ലാം ആൾക്കാർ കലർപ്പ് കൊണ്ടുവരുന്നത്? സാധാരണ നമ്മുടെ ഈ കാലത്ത് കണ്ടുവരുന്നത് അനുതാപത്തെക്കുറിച്ച് പറയത്തില്ല. വന്നാൽ മതി, കയറി, അല്ലെങ്കിൽ പോന്നാൽ മതി, എല്ലാം സെറ്റാണ്, സ്വർഗത്തിൽ കയറാം. തിരുവചനം വളരെ വ്യക്തമാണ്. യേശുവിൻ്റെ സന്ദേശത്തിലും വളരെ വ്യക്തമാണ്. മാനസാന്തരപ്പെടുവിൻ, അനുതപിക്കുവിൻ. നിൻ്റെ
ഒരു ഇവൻറ്റിന് വേണ്ടി അല്ല യേശു വിളിച്ചിരിക്കുന്നത്, ഒരു ആയുഷ്കാല നിത്യയാത്രയ്ക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. നീ ആ യാത്രയിൽ കൂടെ വരണമെങ്കിൽ നിന്റെ ഇപ്പോൾ ഉള്ള യാത്ര നിർത്തി നീ തിരിഞ്ഞു വരാൻ തീരുമാനിച്ചേ മതിയാകൂ. 2 ഡയറക്ഷനിൽ ഒരു വ്യക്തിക്ക് ഒരേ സമയത്ത് യാത്ര ചെയ്യാൻ കഴിയുകയില്ല. അതാ റിപ്പൻറ്റൻസ്. എനിക്കറിയാം നിങ്ങളുടെ കുടുംബത്തിലുള്ള ആ വ്യക്തിയോട് നിങ്ങൾക്ക് വലിയ സ്നേഹമുണ്ട്, ഭാരമുണ്ട്. നിങ്ങളുടെ സുഹൃത്തിനോട് നിങ്ങൾക്ക് ഭയങ്കര ഭാരമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളും പലപ്പോഴും വന്ന് ചോദിക്കും, അപ്പ ഇന്ന വ്യക്തി സ്വർഗത്തിൽ കാണുമോ, അപ്പ ഇന്ന വ്യക്തി രക്ഷിക്കപ്പെടുമോ. നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഭാരമുണ്ട്. പക്ഷേ നമ്മൾ ഈ ദൂത് മാറ്റിക്കഴിഞ്ഞാൽ, സത്യസുവിശേഷത്തിലല്ല അവർ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ സ്വപ്നം നടക്കുകയില്ല. നമ്മൾ ചിന്തിക്കുന്നത് ഈ സുവിശേഷത്തെ മാറ്റി അവർക്ക് സഹായകരമാകുന്ന രീതിയിലൊന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ആ സൂത്രവാക്യം എല്ലാം പറഞ്ഞ് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കാണും. ഇല്ല. എങ്ങനെയാണ് യേശുക്രിസ്തുവിനോടൊപ്പം നിത്യമായി ജീവിക്കുവാൻ കഴിയുന്നത്? അനുദിനം ക്രൂശെടുത്ത്, നമ്മെ തന്നെ ത്യജിച്ച് ക്രൂശെടുത്ത്. ഇത് ഒരു നേരത്തെ തീരുമാനമല്ല. ഒരു നേരത്തെ തീരുമാനം ഒരു ആരംഭം മാത്രമാണ്. അതിനുശേഷം അനുദിനം നാം ജീവിക്കുകയാണ്. അതുകൊണ്ട് ഡു നോട്ട് ഡൈല്യൂട്ട് റിപ്പൻറ്റൻസ്. അനുതാപത്തിൽ വെള്ളം ചേർക്കരുത്. രണ്ടാമത് നാം കാണുന്ന കാര്യം എന്ന് വെച്ചാൽ ക്രൂശിനെ കുറിച്ച് പ്രസംഗിക്കുകയില്ല. സുവിശേഷം എന്ന് പറയുന്നത് തന്നെ ക്രൂശില്ലെങ്കിൽ നമ്മൾ ക്രാഷ് ആവുമെന്ന. അതുകൊണ്ട് ക്രൂശില്ലാതെ ഒരു സുവിശേഷമില്ല. ചിലർ ചെയ്യുന്നത് യേശുക്രിസ്തുവിൽ വരുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കും, ബ്ലെസ്സിങ്സ് മാത്രം പറയുക. തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൽ അനുഗ്രഹമുണ്ട്. തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത് ക്രിസ്തുയേശുവിൽ സകല ആത്മീയ അനുഗ്രഹങ്ങളും. തിരുവചനം മത്തായിയുടെ സുവിശേഷം 6:33 പറയും, നമ്മൾക്ക് ആവശ്യമുള്ളതൊക്കെയും ചേർത്തുകൊള്ളും. അനുഗ്രഹത്തിന് അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്. എന്നാൽ അത് മാത്രമല്ല ക്രിസ്തീയ ജീവിതം. നീ വന്നു കഴിഞ്ഞാൽ നീ അനുഗ്രഹിക്കപ്പെടും. തീർച്ചയായിട്ടും ക്രിസ്തുവിങ്കൽ വരുന്നവർ അനുഗ്രഹിക്കപ്പെടും. പക്ഷെ സുവിശേഷമെന്ന് പറയുന്നത് അതുമാത്രമല്ല. അടുത്തത് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തീയത എന്ന് പറയുന്നത് സക്സസ്സുമായിട്ട് മാത്രം ചിന്തിക്കുക അല്ല. ക്രിസ്തീയ ജീവിതത്തിൽ നാം മുന്നേറുമ്പോൾ കഷ്ടതയുണ്ട്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞങ്ങൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഭയങ്കര സമാധാനമായിരുന്നു, ഒരു പ്രോബ്ലവും ഇല്ലായിരുന്നു. സുവിശേഷമാണോ ഞങ്ങളുടെ കുടുംബത്തിൽ വാൾ കൊണ്ടുവന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വിശ്വസ്തതയിൽ വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ സകലരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ക്രിസ്തീയത എന്ന് പറയുന്നത് സക്സസ് മാത്രമല്ല. ക്രിസ്തുവിലുള്ള ജയം നമുക്ക് ലഭിക്കും. എന്നാൽ ഈ ക്രിസ്തുവിന് വേണ്ടി നാം ജീവിക്കുമ്പോൾ അവിടെ പ്രയാസങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്. എന്നാൽ തിരുവചനം പറയുന്നത് എന്താ? ഇതെല്ലാം സന്തോഷത്തിനെന്നവണ്ണം എണ്ണുവിനെന്നാണ് പറയുന്നത്. ഈ യേശുക്രിസ്തുവിന് വേണ്ടി ഇത് സഹിക്കുവാൻ കഴിയുന്നല്ലോ എന്ന് ചിന്തിച്ച് നാം സന്തോഷിക്കണമെന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ സമയമെടുക്കാൻ പോകുന്നത് ഈ സുവിശേഷത്തിൻ്റെ നൈർമല്യത്തോടുകൂടെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ? നമുക്ക് കണ്ണുകളെ അടച്ച് അല്പസമയം നമുക്ക് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. കാരണം യഥാർത്ഥത്തിലുള്ള ഈ സുവിശേഷം സ്വീകരിക്കാതെ നമുക്ക് സത്യസുവിശേഷം നമുക്ക് പങ്കുവെക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പ്രാർത്ഥിച്ച് അതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടായിട്ട് മാത്രമേ ഞാൻ അടുത്ത പോയിന്റിലോട്ട് പോകുന്നുള്ളൂ. കർത്താവേ, ഞങ്ങൾ ഈ കേട്ട സത്യസുവിശേഷത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ കേട്ട ഏതെങ്കിലും കാര്യത്തിൽ ഒരംശം മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ എങ്കിൽ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ തുറന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടുള്ള സുവിശേഷം ഞങ്ങൾ സ്വീകരിക്കുന്നു. പൂർണ്ണമായിട്ടുള്ള സുവിശേഷം ഞങ്ങൾ സ്വീകരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സുവിശേഷം സ്വീകരിക്കുമ്പോൾ സെൻട്രൽ ഫിഗർ, മുഖ്യമായിട്ടുള്ള വ്യക്തി യേശു മാത്രം. അവിടെ മറ്റാരും ആ സ്ഥാനം പങ്കിടുന്നില്ല. യേശുവും ഞാനുമെന്നോ
അല്ലെങ്കിൽ യേശുവും എന്നോട് സുവിശേഷം പങ്കുവെച്ച ആളെന്നോ അങ്ങനെ, അല്ലെങ്കിൽ യേശുവും ആ പാസ്റ്ററെന്നോ യേശുവും എൻ്റെ സുഹൃത്തുക്കളുമെന്നോ അങ്ങനെ മറ്റാർക്കും ആ സ്ഥാനമില്ല. ഏറ്റവും സെൻട്രൽ ഫിഗർ ഇൻ ദ ഗോസ്പൽ ദാറ്റ് ഐ ഹാവ് റിസീവ്ഡ്, ഞാൻ ഇന്ന് മുഴുവനായി സ്വീകരിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന ആ സുവിശേഷത്തിൻ്റെ മുഖ്യനായിട്ടുള്ള വ്യക്തി യേശുവാകുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ, അങ്ങേക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവമാകുന്നു. അങ്ങ് കരുണാമയനാകുന്നു. കർത്താവെ, അങ്ങ് സകല അധികാരവുമുള്ള ദൈവമാകുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവെ, ഞങ്ങൾ അനുതാപത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നു, വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ പാപത്തിൻ്റെ സ്വഭാവം ഞങ്ങൾ കംഫർട്ടബിളായിട്ടുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ സുവിശേഷത്തെ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ പാപത്തെ വെറുക്കുവാനായിട്ടുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ പാപ സ്വഭാവങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവരാജ്യമുണ്ട്. ഞങ്ങൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ യേശു നാഥനായിരിക്കുന്ന, യേശു രാജാവായിരിക്കുന്ന രാജ്യത്തിൻ്റെ പൗരന്മാരായി ഞങ്ങൾ മാറുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളിന്ന് ചോദിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ശിഷ്യത്വം ഞങ്ങൾക്ക് ആവശ്യമാകുന്നു. കർത്താവെ, ശിഷ്യപ്പെടുവാൻ തക്കവണ്ണമുള്ള അവസരങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ക്രിസ്തു ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നിരിക്കുന്ന ഈ സുവിശേഷം, ഈ നിത്യജീവൻ, അത് ശരിയാം വണ്ണം കർത്താവെ അതിനോട് പ്രതികരിക്കുവാൻ, കർത്താവെ ശിഷ്യപ്പെടുവാനായിട്ടുള്ള കൃപ, അവസരങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ചോദിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് അടിയേറ്റ് ക്രൂശിൽ മരിച്ചു. അങ്ങ് മരിക്കുക മാത്രമല്ല, അങ്ങ് ഞങ്ങളെ ജയാളികളായി നിർത്തേണ്ടതിന് അങ്ങ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. കർത്താവെ, ഇത് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളിതും മനസ്സിലാക്കുന്നു. കർത്താവെ, ഈ നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷം വിശ്വസ്തയോടെ സകലരോടും പറയുവാനായിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്വം അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. കർത്താവെ, ഇതിനോട് വിശ്വസ്തത പുലർത്തുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. തിരുവചനം പറയുന്നത്, ഈ സുവിശേഷം നമ്മൾ സ്വീകരിച്ചാൽ, 2 കൊരിന്ത്യർ 5:17 പറയുന്നത്, ഈ സുവിശേഷം നാം സ്വീകരിക്കുമ്പോൾ അവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. പഴയത് നീങ്ങിപ്പോയി. ഇന്ന് സുവിശേഷം സ്വീകരിച്ച് പുതിയതായി കഴിഞ്ഞിട്ടും പലരും പഴയതിൽ തന്നെ നിൽക്കുകയാണ്. ഒരു വാക്ക് ഈ പഴയതിൻ്റെ ചങ്ങലകൾ തകർക്കുവാനായിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ഫീലിങ്സിനെ, ഞങ്ങളുടെ തോന്നലുകളെ, ഞങ്ങളുടെ ചിന്തകളെ ഒന്നും അടിസ്ഥാനപ്പെടുത്തി അല്ല ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ സത്യസുവിശേഷത്തിനെ ആസ്പദമാക്കി ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട വാക്യം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിച്ച എല്ലാവരും ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ ഉറപ്പിൽ, നിങ്ങളുടെ തോന്നലിൻ്റെ ഉറപ്പിലല്ല, നിങ്ങൾക്ക് എന്ത് ഇന്ന് ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പിലല്ല, എന്നാൽ വേറെ ആരെങ്കിലും ഇത്രയും കാലം നിങ്ങളുടെ മേൽ എന്തോ പറഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല, എന്നാൽ സ്വർഗസ്ഥനായിട്ടുള്ള പിതാവ് നിങ്ങളുടെ മേൽ പറയാൻ ആഗ്രഹിക്കുന്ന ആ വാക്യം ധൈര്യമായിട്ട് പറഞ്ഞാട്ടെ, ഞാൻ ഇന്ന് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാകുന്നു. ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ ദൈനംദിന ഒരു ശീലമാക്കിക്കോണം. ഈ ലോകം മുഴുവൻ നമ്മുടെ യാഥാർത്ഥ്യം മാറ്റുവാനായിട്ട് ആവശ്യമില്ലാത്തതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പം നമ്മളാ തീരുമാനിക്കേണ്ടത്, ഈ വ്യക്തി പറയുന്നത് കേൾക്കണോ, ഈ റീല് പറയുന്നത് കേൾക്കണോ, ആ സാഹചര്യം പറയുന്നത് കേൾക്കണോ, അതോ എന്നെ സൃഷ്ടിച്ച എൻ്റെ പിതാവ് എൻ്റെ മേൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വിശ്വസിക്കണോ?
ഇന്നലെ വന്ന റീല് പറയുന്നത് കേൾക്കണോ? ഈ 10-70 വർഷം ജീവിച്ചിരിക്കുന്ന ആ മനുഷ്യൻ പറയുന്നത് കേൾക്കണോ? അതോ എന്നേക്കും ഉണ്ടായിരുന്ന, ഇനി എന്നേക്കും ജീവിക്കുന്ന ആൽഫയും ഒമേഗയുമായിരിക്കുന്ന എൻ്റെ പിതാവ് പറയുന്നത് ഞാൻ കേൾക്കണോ? നമ്മുടെ തീരുമാനം പോലെ ഇരിക്കും നമ്മുടെ അന്ത്യഫലം. നീ ഇപ്പോഴും അങ്ങനെ അല്ലേന്ന് നമ്മുടെ മനസ്സ് പറയുമ്പോഴത്തേക്കും 2 കൊരിന്ത്യർ 5:17 ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ക്രിസ്തുയേശുവിൽ ഞാനൊരു പുതിയ സൃഷ്ടിയാകുന്നു. നിനക്ക് പറ്റുകയില്ല എന്ന് പറയുമ്പോഴത്തേക്കും, എന്നെ ബലപ്പെടുത്തുന്ന ശക്തനാകുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധ്യം. പലരും എന്തെങ്കിലുമൊക്കെ നടന്നിട്ട് പ്രസംഗിക്കാൻ അല്ലെങ്കിൽ പറയാൻ നിൽക്കുക. പക്ഷേ തിരുവചനം യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? നാവ് കപ്പലിൻ്റെ ചുക്കാൻ പോലെയാണെന്നാണ് പറയുന്നത്. The tongue is like a rudder of the ship. അപ്പോൾ എങ്ങനെ കപ്പൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണോ തിരിക്കുന്നത്? ആണോ? തിരിക്കുന്ന അനുസരിച്ചാണ് പോകുന്നത്. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ 18:21 പറയുന്നത്, ജീവന്റെയും മരണത്തിൻ്റെയും അധികാരം നിന്റെ നാവിന്മേൽ തന്നിരിക്കുന്നു, അത് ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. അതുകൊണ്ട് ഇനി കാണേണ്ട ആവശ്യമില്ല. ഓരോ ദിവസവും പറഞ്ഞോണം, ഓ എൻ്റെ ജീവിതത്തിൻ്റെ സകല മണ്ഡലങ്ങളും പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓ എൻ്റെ ക്രിയേറ്റിവിറ്റി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, എൻ്റെ ഓർമ്മ മികച്ചതായിക്കൊണ്ടിരിക്കുന്നു. കണക്ക് ഞാൻ പഠിക്കാൻ നോക്കുന്നു, ഞാൻ മിടുക്കനായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സന്ദേശങ്ങൾ അനേകരെ അനുഗ്രഹിക്കുന്നു. എൻ്റെ മക്കൾ പുഷ്ടിപ്പെടുന്നു. എന്താണോ കാണേണ്ടത് അത് പ്രസ്താവിച്ചോണം. അത് തിരുവചനത്തിന് അടിസ്ഥാനമുള്ള കാര്യമാണെങ്കിൽ അതിൽ കർത്താവിൻ്റെ ആ റേസിൽ കർത്താവിൻ്റെ ജീയും കൂടെ ചേർന്നൊരു ഗ്രേസ് അവിടെ വരും. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് നമുക്കൊരു നിമിഷം, കർത്താവെ ഞങ്ങൾ പുതിയ സൃഷ്ടിയാകുന്നു. കർത്താവെ, പഴയതിൻ്റെ ചങ്ങലകൾ ആരുടെയെല്ലാം ജീവിതത്തിൽ നിന്ന് സജീവമായി നിൽക്കുന്നോ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് തകർക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് തകർക്കുന്നു. കർത്താവെ, വി കോൾ ദ പാസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഗോൺ. പഴയതിനെ കർത്താവെ, അത് ഞങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ വേണ്ടി മാത്രം വിളിക്കുന്നു. അല്ലാതെ ഇനിമേൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പഴയ പാപങ്ങൾക്ക്, പഴയ സ്വഭാവങ്ങൾക്ക്, യാതൊരു പഴയ അസുഖങ്ങൾക്ക് അതിനെ തിരിച്ചു വരുവാൻ കഴിയാത്ത വിധം ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളൊരു തടയിടുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പുതിയ സൃഷ്ടിയാകുന്നു. അത് അങ്ങയുടെ കരുണയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദാനമാകുന്നു. ഞങ്ങൾ ഇനിയും അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. Point number 2 is to steward the power of the gospel. ആദ്യത്തേത് ഈ സുവിശേഷത്തിൻ്റെതായിട്ടുള്ള നൈർമല്യതയായിരുന്നു. ഈ പോയിന്റും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് ഈ സുവിശേഷത്തിൻ്റെ നൈർമല്യതയായിരുന്നു. രണ്ടാമതായിട്ട് ഈ സുവിശേഷത്തിൻ്റെ ശക്തി നാം എങ്ങനെ പരിപാലിക്കും. അപ്പോൾ നമ്മൾ ഈ സുവിശേഷം, സത്യസുവിശേഷം നാം ഇന്ന് സ്വീകരിച്ചു. നാം ഇന്ന് ഒന്നിച്ച് പ്രഖ്യാപിച്ചു, ഞാനിന്ന് പുതിയ സൃഷ്ടിയാണ്. ഇനി പഴയതല്ല എൻ്റെ അകത്തുള്ളത്, ഇനി ക്രിസ്തുവിൻ്റെതായിട്ടുള്ള ദൈവത്തിൻ്റെ ആ വിത്ത് എന്നിലുള്ളത് കൊണ്ട് ഞാനൊരു പുതിയ സൃഷ്ടിയാകുന്നു. അങ്ങനെയുള്ളവരോട് ഫിലിപ്പ് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്നോ നിങ്ങൾ ഏകാത്മാവിൽ ഉറച്ചു നിന്ന് ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി ഒന്നിച്ചു പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങളെക്കുറിച്ച് കേൾക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം പെരുമാറുവിൻ. ആദ്യത്തേത് നമ്മുടെ സന്ദേശം കറക്റ്റായിട്ട് സ്റ്റൂവേർഡ് ചെയ്യുക എന്നുള്ളതായിരുന്നെങ്കിൽ, രണ്ടാമതായിട്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ സുവിശേഷത്തിന് ശക്തിയുണ്ട്. ആര് പറഞ്ഞാലും ഈ സുവിശേഷത്തിന് ശക്തിയുണ്ട്.
സുവിശേഷത്തിന് അതിൻ്റേതായിട്ടുള്ള ശക്തി ഉണ്ടെന്ന് തിരുവചനം. ആ സന്ദേശത്തിൽ നമ്മളൊരു എക്സ്ട്രാ പവറൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ തിരുവചനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുവേൻ. ദിസ് ഇസ് എ റൂൾ ഓഫ് തമ്പ്. ഇത് ഒരു മുഖ്യമായിട്ടുള്ള തത്വമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ. നാം ചെയ്യുന്ന ഏതൊരു കാര്യമാകട്ടെ, നാം അത് ചെയ്യുന്നതിന് മുമ്പൊന്ന് ചിന്തിക്കുകയാണ്, ഇത് സുവിശേഷത്തിന് സഹായകരമാകുന്ന പെരുമാറ്റമാണോ? അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് മാത്രം സൊല്യൂഷനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നാം അല്ല എന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ അതിനെ ജയിക്കുവാനുള്ള കാര്യങ്ങൾ നാം ചെയ്യണം. ഇന്ന് പല വ്യക്തികളുടെയും പരസ്യ ശുശ്രൂഷ ഫലിക്കാതിരിക്കുന്നതിൻ്റെ കാരണം സ്വകാര്യമായിട്ടുള്ള പാപങ്ങളാണ്. Before a public effectiveness, there is a private altar. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതവും നാം നോക്കുമ്പോൾ, യേശുക്രിസ്തു വാങ്ങിപ്പോയി പിതാവിൻ്റെ സന്നിധിയിലിരുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം പെരുമാറുവാൻ. കാരണം എന്തുകൊണ്ടാണ്? We don't rise up to the level what we preach, but we stay at the level who we are. പ്രസംഗിക്കുന്നതെല്ലാം നടന്നായിരുന്നെങ്കിൽ ലോകം എന്നേ നന്നായി പോയേനെ. നാം പ്രസംഗിക്കുന്ന തലത്തിലേക്ക് ഉയരുകയല്ല ചെയ്യുന്നത്. നാം ആരാകുന്നുവോ നാം അവിടെ നിലനിൽക്കുന്നു. തിരുവചനം വായിച്ച് ഈ സുവിശേഷം സ്വീകരിച്ച്, ഈ സുവിശേഷം സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് യോഗ്യമാവണ്ണമായിട്ടുള്ള ജീവിതം എന്താണെന്ന് നാം മനസ്സിലാക്കി നാം അതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ, കാരണം ഈ സുവിശേഷം ചിലപ്പോൾ നാം ചിന്തിക്കുമ്പോൾ നമുക്കൊരു രസം തോന്നത്തില്ല. കാരണം നമ്മുടെ ജഡത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് എല്ലാം ഞാൻ നേടിയതാണെന്ന് പറയാനായിട്ട്, ഞാൻ മിടുക്കനാന്ന് പറയാനായിട്ട്, ഞാൻ മറ്റുള്ളവനേക്കാൾ ഭേദപ്പെട്ടതാണെന്ന് പറയാനായിട്ട്. കൊച്ചു പിള്ളേർ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്ന കേൾക്കാം, ഏത് മാസം, എന്താണ്, ഒരു ദിവസമെങ്കിലും മൂത്തതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ്? ഭരിക്കാനായിട്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ സുവിശേഷം രസമില്ലാത്തത് കൊണ്ട് റോമാലേഖനം 12:2 പറയുന്നത്, നിങ്ങൾ രൂപാന്തരപ്പെടണമെങ്കിൽ മനസ്സ് പുതുക്കണം. ഹല്ലേലൂയ. മനസ്സ് പുതുക്കണം. ഡോക്ടർ എമർസൺ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞത്, ഹൂ യു ആർ ഈസ് ഷൗട്ടിങ് അറ്റ് മീ റെഗുലർലി ആൻഡ് ഹെൻസ് ഐ കനോട്ട് ഹിയർ വാട്ട് യു സേ. നിങ്ങൾ ആരാകുന്നു എന്നുള്ളത് എന്നോടിങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ വയ്യ. ഞാൻ ഒരാൾക്ക് മൂക്കിന് 4 ഇടി കൊടുത്തിട്ട് കൈയൊക്കെ തൂത്തിട്ട്, അച്ചായ ജീസസ് ലവ്സ് യു. അതുകൊണ്ടാ ഫിലിപ്പ് ലേഖനത്തിൽ നമ്മോട് പറയുന്നത്, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നീ ജീവിക്കുമ്പോൾ നിൻ്റെ അകത്ത് സുവിശേഷം പങ്കുവെക്കുവാനുള്ള ശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. നീ പിന്നെ സുവിശേഷം പങ്കുവെക്കുകയല്ല, നീ സുവിശേഷം ജീവിക്കുകയാണ്. സുവിശേഷം എന്ന് പറയുന്നത് നിൻ്റെ അനുഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്ന ഒരു സമയം, പെട്ടെന്ന് ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ നിർത്താൻ പോവുകയാണ്. ഞാൻ ഓർക്കുന്നൊരു സമയം, അതായത് 2006 ഞാൻ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നത്. വലിയ കൾച്ചർ ഷോക്കാണ്. കാരണം ഭക്ഷണത്തിൻ്റെ നാട്ടിൻ്റെ നടുവിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് ഇവിടെ ആകെ ഒരു പൊറോട്ടയും പിന്നെ ഒരു നീണ്ട അരിയുള്ള ബിരിയാണിയൊക്കെ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ 2009 തോന്നുന്നു ആ ബ്രേക്ക് ത്രൂ സംഭവിച്ചത്. അജ്വ ബിരിയാണി ഇവിടെ വന്നു. തലശ്ശേരി, കോഴിക്കോടിൻ്റെ അടുത്താണ്. അപ്പം അത് അറിഞ്ഞപ്പോൾ തന്നെ, ഒന്നാമത് ഞാൻ അറിയാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് അറിഞ്ഞവനോട് ഞാൻ ദേഷ്യപ്പെട്ടു, ഇതെന്താ നേരത്തെ പറയാഞ്ഞത്. പോയി ഞാൻ കഴിച്ചപ്പം ഞാൻ ചുണ്ടിൽ മാത്രമാണ് ഇവിടെയൊക്കെ പുരട്ടിയോ എന്ന് എനിക്കൊരു സംശയം.
അത്രയ്ക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞ് പിന്നെ ആരും പറയാതെ ഞാൻ അതിൻ്റെ ഇവാഞ്ചലിസ്റ്റായിട്ട് മാറി. ഞാൻ ചില സുഹൃത്തുക്കൾക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, അവൻ ഒരു കഴിച്ചു കഴിഞ്ഞ് പറഞ്ഞു, മറക്കില്ലടാ ഒരിക്കലും തന്നെ, ഞാൻ മറക്കില്ല. ഈ സത്യം നമ്മുടെ അനുഭവമാകുമ്പോഴത്തേക്കും എങ്ങനെ പറയണം? ഞാനൊരു പ്രോട്ടോക്കോളൊന്നും ഫോളോ ചെയ്തില്ല. ഞാൻ എന്താ പറഞ്ഞ, അളിയ ആ അരി പിടിക്കുമ്പോൾ തന്നെ പഴയ ഓർമ്മകൾ വരുന്നു, നല്ല മണം. In the next message, I'm going to teach you how comfortable and authentic it is when we share from our heart. പഠിച്ച് പറയുന്നതിനേക്കാൾ, കൊച്ചു പിള്ളേർ പദ്യം പറയുമ്പോഴത്തേക്കും 2 വരി കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ അത് തിങ്കളും താരങ്ങളും താരങ്ങളും താരങ്ങളും, അങ്ങനെയല്ല സുവിശേഷം പറയേണ്ടത്. സുവിശേഷം നമ്മുടെ അകത്തൂടെ പോകുമ്പം കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ആ ഒരു ഫ്ലേവറും കൂടെ അതിനകത്ത് വരും. ഹല്ലേലൂയ. സോ ഇന്ന് ഈ 2 കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മളിപ്പോൾ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു, നമ്മൾ സ്വീകരിച്ചു. 2, ഈ സുവിശേഷത്തിൻ്റെ ശക്തി നമ്മുടെ അകത്തൂടെ വ്യാപരിക്കാൻ പോകുന്നത് നമ്മൾ യോഗ്യമാവണ്ണം ജീവിക്കുമ്പോഴാകുന്നു. അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്താണ്? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പ്രസംഗിക്കുന്നത് നമ്മൾ കേൾക്കണമെങ്കിൽ ആൾക്കാർ പലപ്പോഴും അതിന് അവസരം തരുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ അത് കാണുമ്പോഴാണ്. എന്താ പലപ്പോഴും ആൾക്കാരെ ഞെട്ടിക്കുന്നത്? എന്തോ ഈ സുവിശേഷത്തിനകത്ത് ലോകപരമായിട്ടല്ലാതെ ഈ സുവിശേഷത്തിൻ്റെ ശക്തി വെളിപ്പെടുന്ന ചില നിമിഷങ്ങൾ ഏതൊക്കെയാണ്? അതിന്ന് പ്രത്യേകമായിട്ട് ഞാൻ വ്യക്തികളെ പല രീതിയിൽ സഹായിക്കുന്നത് കൊണ്ട് യേശുവിനെ അറിഞ്ഞ വ്യക്തികളും യേശുവിനെ അറിയാത്ത വ്യക്തികളും ഒരേ പ്രശ്നം എങ്ങനെ വ്യത്യസ്തമായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നറിയുവാനുള്ള പ്രിവിലേജ് ദൈവം എനിക്ക് തരുന്നുണ്ട്. ഏതൊക്കെയാ ചില നിമിഷങ്ങൾ? ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ജീവിക്കുക എന്ന് പറയുമ്പം പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കൗണ്ടർ കൾച്ചർ. യേശുവിനെ അറിയാത്തൊരു വ്യക്തി അതെന്തിനാ അതിന് ചെയ്യുന്നത്? ഞെട്ടിപ്പോകുന്ന, അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ എന്താ? ഒന്ന്, ഫോർഗിവ്നെസ്, ക്ഷമിക്കുമ്പോൾ. ക്ഷമയുടെ കാര്യം വരുമ്പോഴത്തേക്കും പലരും പറയാറുണ്ട്, പാസ്റ്ററിന് അറിയില്ല അയാൾ എന്നോട് എന്താ ചെയ്തതെന്ന്. ഞാൻ ചോദിക്കും, തെറ്റാണോ? ആദ്യം തെറ്റ് തന്നെ ചെയ്തു. അങ്ങനെയുള്ളവരോടാണ് ബൈബിൾ പറയുന്നത് ക്ഷമിക്കാൻ. അല്ലാതെ ശരി ചെയ്തു എന്ന് ചിന്തിക്കുന്ന ആളോടല്ല ക്ഷമിക്കാൻ പറയുന്നു. തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാൻ, അത് നമുക്ക് മാത്രമായ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലോ ഉത്തരം കിട്ടുന്ന. കാരണം എന്താ? ഒരു വ്യക്തമായിട്ടുള്ള ഉപമ എഴുതിയിട്ടുണ്ട്. ഒരു രാജാവ് ഒരു വലിയ കടം ക്ഷമിച്ചു. അപ്പോൾ നിന്നോട് കടപ്പെട്ടിരിക്കുന്ന ഒരുവനെ കണ്ടപ്പോൾ നിനക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലേ? രണ്ടാമത്, വിശുദ്ധിയിൽ നടക്കുമ്പോൾ, ഈ സുവിശേഷത്തിന് യോഗ്യമല്ലാത്ത ചില പ്രവൃത്തികളിൽ നിന്ന് ഞാൻ മാറി നടക്കുമ്പോൾ, ബ്രദർ വാ, ഇതൊക്കെ ഇപ്പം എല്ലാവരും ചെയ്യുന്നയാ, ആര് കാണാനാ? എന്താ പ്രശ്നം? ഒന്ന് വലിച്ചെന്ന് വെച്ചാൽ ഒരു പ്രശ്നമൊന്നുമില്ല, 2 എണ്ണം അടിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ വിശുദ്ധി ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യം ചോദിക്കപ്പെടുമ്പോൾ അവിടെ തുറക്കുകയാണ് ഒരു വാതിൽ ഈ നല്ല വാർത്ത പങ്കുവെക്കാൻ. നമ്മുടെ നടപ്പനുസരിച്ചാണ് പലപ്പോഴും ആൾക്കാർ നമ്മുടെ അടുത്തോട്ട് വരുന്നോ ഓടിപ്പോകുന്നോ എന്ന് തീരുമാനിക്കുന്നു. എൻ്റെ ചുറ്റും വട്ടം കറങ്ങി എന്ന് പറഞ്ഞൊരു അച്ചായനുണ്ടായിരുന്നല്ലോ. പുള്ളി കറങ്ങാൻ വരുന്നു. ഇപ്പം അവിടുന്ന് വരുമ്പോഴേ ഞാനിങ്ങനെ ഓടിപ്പോവും. പുള്ളി കറങ്ങുമായിരിക്കും, പുള്ളിയെ നോക്കി എൻ്റെ തല കറങ്ങും. പിന്നെ ഇങ്ങനെയൊക്കെ നിൽക്കാൻ പഠിച്ചു. താഴ്മയെക്കുറിച്ച് നാം താഴ്മയോടെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ സ്ഥാനം നോക്കാതെ
നമ്മുടെ പണം നോക്കാതെ, നമ്മുടെ കുടുംബ മഹിമ നോക്കാതെ നാം ആരെങ്കിലും താഴ്മയോടെ ശുശ്രൂഷിക്കുമ്പോൾ വ്യക്തികൾക്ക് മനസ്സിലാവത്തില്ല പലപ്പോഴും. എന്തുകൊണ്ട്? നമുക്കറിയാം, ക്രൂശിങ്കൽ എല്ലാവരും തുല്യരായി. വാട്ട് ഹെൽപ്സ് യു ടു ബി ഹംബിൾ എന്നുള്ള ചോദ്യത്തിന് വീണ്ടും അവിടെ വാതിൽ തുറക്കുകയാണ്. എനിക്ക് പുകഴണമെന്നുണ്ട്, പക്ഷേ ഇതെങ്ങനെ വന്നു എന്ന് ആലോചിക്കുമ്പോൾ ബ്രോ, എനിക്ക് പുകഴാൻ പറ്റുന്നില്ല. എനിക്ക് സകലതും ദാനമായിട്ട് തന്നതാ. ആരാ? യേശു. നമ്മുടെ നടപ്പ് വാതിലുകളെ തുറക്കുന്നു. അടുത്തിരിക്കുന്ന ആട് പറഞ്ഞാട്ടെ, വാതിൽ തുറക്കത്തക്കവണ്ണം നമുക്ക് നടക്കണമെന്ന് പറഞ്ഞാട്ടെ. ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ ചേട്ടാ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടും ഇയാൾ എന്നോടൊന്ന് കലിപ്പാവുന്നില്ലല്ലോ. എന്താ കാര്യം? കാരണം ഞാനിന്ന് മനസ്സിലാക്കുന്ന വ്യക്തികളോട് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ടൊരു കാര്യമുണ്ട്. എവറി ഡിസിഷൻ ഹാസ് എ ബാക്ക് സ്റ്റോറി. അവൻ ദേഷ്യപ്പെടുന്നില്ല, അവൻ ഉപദ്രവിക്കുന്നില്ല, ഞാൻ ചെയ്യുന്നതിന് പകരം എനിക്ക് തരുന്നില്ല. കാരണം എന്താ? അന്വേഷിച്ച് വന്നപ്പോൾ അവൻ അങ്ങനെ ഒരാളായിരുന്നു. അവൻ്റെ ജീവിതം എപ്പോഴോ മാറിയെന്നാ അവൻ പറയുന്നത്. വാതിൽ തുറക്കുകയാണ് യേശുവിനെ കുറിച്ച് പങ്കുവെക്കാൻ. അവസാനം ഒരു ചോദ്യം കൂടെ ചോദിച്ച് ചിന്തിപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ ഈ സുവിശേഷത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആകാം. നാം ഇന്ന് ജീവിക്കുന്നത് പോലെ അടുത്തൊരു 5 വർഷം നാം ജീവിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഈ ക്രിസ്തീയത, ഈ സുവിശേഷം, സഭയുടെ വളർച്ച, ദൈവരാജ്യം, ഇതിനൊക്കെ എന്ത് സംഭവിക്കും? ഞാനിത് ചിന്തിച്ചപ്പോഴത്തേക്കും എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് വന്നൊരു ചിന്ത, എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യേശുവിന് വേണ്ടി ജീവിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞു. കാരണം ഇതെനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അവരിൽ പല കുറവുകൾ കാണുമായിരിക്കും, അവർ തികഞ്ഞവരല്ലായിരിക്കും ആരെയും പോലെ. പക്ഷേ ചിലർ എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സുവിശേഷം പങ്കുവെക്കുന്നത്. ചിലർക്ക് വേദികളിൽ നിന്ന് പങ്കുവെക്കാൻ അവസരം ലഭിക്കുന്നു, ചിലർക്ക് അവരുടെ ജോലി മണ്ഡലത്തിൽ ലഭിക്കുന്നു, ചിലർക്ക് അവരുടെ കുടുംബങ്ങളിൽ അവരുടെ കുഞ്ഞുങ്ങളെ സുവിശേഷ യോഗ്യമായിട്ട് വളർത്തുവാനായിട്ടുള്ള വലിയ പദവി ദൈവം കൊടുക്കുന്നു. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഞാൻ പ്രത്യേകമായിട്ട് കരുതേണ്ട ചില കാര്യങ്ങളും ദൈവം ഓർമ്മിപ്പിച്ചു. ഇന്ന് 1 മിനിറ്റ് എടുത്ത് ചിന്തിച്ചാട്ടെ. നാം ഇന്ന് ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ സുവിശേഷം ജീവിക്കുമോ, നിർജീവമായിട്ടിരിക്കുമോ, അതോ മരിക്കുമോ? ഞാനിന്ന് ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ ഭാരതം രക്ഷിക്കപ്പെടുമോ? രാജ്യങ്ങൾ യേശുവിനെ അറിയുമോ? എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ യേശുവിനെ അറിയുമോ? എൻ്റെ കുടുംബാംഗങ്ങൾ യേശുവിനെ അറിയുമോ? എൻ്റെ ജീവിതത്തിൽ ഈ സുവിശേഷത്തിന് ശക്തി ലഭിക്കാത്തത് എനിക്ക് ആ സന്ദേശം അറിയാത്തത് കൊണ്ടാണോ, അതോ യോഗ്യമാം വണ്ണം നടക്കാതെ സുവിശേഷത്തിന്, എന്നിലൂടെയുള്ള സുവിശേഷത്തിന് അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണോ? പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടട്ടെ. കർത്താവേ, ഞങ്ങൾ ഈ സമയത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല നിക്ഷേപമായിരിക്കുന്ന സുവിശേഷത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇന്ന് സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അനുദപിച്ച് ഞങ്ങളുടെ വഴികളെ തിരുത്തി കർത്താവെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരുത്തരുടെ ജീവിതത്തിലുള്ള പാപ സ്വഭാവത്തിൻ്റെതായിട്ടുള്ള ചങ്ങലകൾ
വിട്ടുപോകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. കർത്താവെ, അനുതപിക്കുന്നവർക്ക് ഒരു പുതിയ ശക്തി കർത്താവ് പകർന്ന്, ഒരു പുതിയ ശക്തി കർത്താവ് പകർന്ന്, കർത്താവെ, ജയജീവിതം നയിക്കുവാൻ തക്കവണ്ണം കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം കാണുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ സന്ദേശം എന്തെന്ന് അറിയുവാനായിട്ടുള്ള ആകാംക്ഷ കർത്താവെ ജനത്തിനുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു, അങ്ങേക്ക് മാത്രം നൽകുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.